ഹലോ ഗൈസ്, ജെഫോട്ടെക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തമിഴ്നാട് കണ്ടിട്ടുണ്ടാവും എന്താണുള്ളത്. നമുക്ക് ഫേസ്ബുക്കിന്റെ ഫസ്റ്റ് പേയ്മെന്റ് വന്നു. ഒരുപാട് സന്തോഷമാണ്. കാരണം നമ്മൾ യൂട്യൂബിനകത്താണ് വർക്ക് ചെയ്യുന്നത്, കൂടുതലായിട്ട് യൂട്യൂബിൻ്റെ അകത്താണ് വർക്ക് ചെയ്യുന്നത്, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ നമ്മൾ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിടുന്നേ ഉള്ളൂ. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് എടുത്തിടും. ആ ഫോട്ടോസിനൊക്കെ കൂടിയിട്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് റവന്യൂ കയറുന്നത്. ഓക്കെ, ഫേസ്ബുക്ക് നമ്മൾ ഈ ഒരു പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കിയ ശേഷം ഫേസ്ബുക്ക് മോണിറ്റൈസേഷനായി ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ മോണിറ്റൈസേഷൻ ആയി കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയായിരുന്നാലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് സർവീസിൻ്റെ അകത്തോടെയൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോയിട്ട് മോണിറ്റൈസേഷൻ ആവുകയും പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് വരുമാനം മേടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പോൾ യൂട്യൂബിൻ്റെ വർക്കാണ് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ഫേസ്ബുക്കിൻ്റെ സർവീസും കാര്യങ്ങളും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. മോണിറ്റൈസേഷൻ വർക്കും ചെക്കിങ്ങും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഓരോ ഫേസ്ബുക്ക് അക്കൗണ്ടും വ്യത്യാസമായിരിക്കും. അതായത് ഒന്നിനോടൊന്ന് സാമ്യം ഉണ്ടാവാറ്. നമുക്ക് യൂട്യൂബിൻ്റെ ആണെങ്കിൽ നമുക്ക് 4000 മണിക്കൂർ കംപ്ലീറ്റ് ആക്കിയാൽ മതി അല്ലേ. അതൊരു മോണിറ്റൈസേഷൻ വേണ്ടി 4000 മണിക്കൂർ കംപ്ലീറ്റ് ആക്കണം. അല്ലെങ്കിൽ ഷോർട്ട് വ്യൂസ് വെച്ചിട്ടാണെങ്കിൽ 10 മില്യൺ വ്യൂസ് ഫുൾ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കണം. പക്ഷേ ഫേസ്ബുക്കിനകത്ത് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്താലാണ് മോണിറ്റൈസേഷൻ ആകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഒരു ഗൈഡൻസ് കൊടുത്തിട്ടാണ് വാട്സപ്പ് ഗ്രൂപ്പ് സർവീസിനകത്തൊക്കെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. പെയ്ഡ് സർവീസാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ ഫേസ്ബുക്ക് റവന്യൂ കിട്ടി എന്നുള്ളതാണ്. കുറച്ചു കാലമായി നമ്മൾ അതിൻ്റെ പുറകെ വർക്ക് ചെയ്യുന്നു. പക്ഷെ എന്നിരുന്നാലും വലിയ കഷ്ടപ്പാടില്ലാതെ, യൂട്യൂബിൻ്റെ അത്രയും തന്നെ കഷ്ടപ്പാടില്ലാതെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു റവന്യൂ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ റവന്യൂ എന്ന് പറയുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഫേസ്ബുക്കിനകത്ത് ഒരുപാട് പേര് കാലങ്ങളായിട്ട് റീൽസ് ഇടുന്നുണ്ട്, ഫോട്ടോസ് ഇടുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. എന്നാൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമായിട്ടാണ് എല്ലാവരുടെയും ഒരു തോന്നൽ. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കാനും അതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ അതിനെക്കുറിച്ചൊരു ഐഡിയ വേണം. അതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷനൊക്കെ വരുമാനം മേടിക്കാനാവും. എനിക്ക് കിട്ടിയേക്കുന്നത് നിങ്ങൾക്ക് ആ തെളിവ് സൗകര്യം ഞാൻ കാണിച്ചു തരാം. എനിക്ക് കിട്ടിയേക്കുന്നത് $105 ഫസ്റ്റ് പേയ്മെൻ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. നിങ്ങൾക്കറിയാം, പല രീതിയിൽ നമുക്ക് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ്റെ അക്കൗണ്ട് ലിങ്ക് ചെയ്യാനാവും. മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ കൊടുക്കാനാവും, വയർ ട്രാൻസ്ഫർ കൊടുക്കാനാവും, പിന്നെ പേപ്പാൽ അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ 3 ഓപ്ഷനിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഞാൻ കൊടുത്തത് വയർ ട്രാൻസ്ഫർ ആണ്. അതായത് യൂട്യൂബിൻ്റെ പോലെ തന്നെ $100 കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഞാൻ കൊടുത്തത്. നമുക്ക് $25 കിട്ടുന്ന രീതിയിൽ കൊടുക്കാം. നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ കൊടുക്കാനാവും. ബാങ്ക് ട്രാൻസ്ഫർ ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ വയർ ട്രാൻസ്ഫർ ആണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമുക്കൊരു ഉപകാരത്തിന് പറ്റത്തില്ല. പക്ഷേ നമുക്ക് വയർ ട്രാൻസ്ഫർ കൊടുക്കുന്ന സമയത്ത് $100 ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്കൊരു ഉപകാരമായിരിക്കും ആ ഒരു പൈസയും കൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കായാലും ഫേസ്ബുക്കിനകത്ത് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ഫേസ്ബുക്കിനകത്ത് നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾക്ക് അതിനകത്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ. നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് സർവീസ്, ഞാൻ നേരത്തെ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പ് സർവീസും പേഴ്സണൽ ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം, നമുക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നിങ്ങളെ വെച്ചാൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഏതൊക്കെ ആപ്ലിക്കേഷനാണെന്നോ ഒരു പൈസ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ യൂട്യൂബിൻ്റെ നമുക്ക് ഒരുപാട് പ്രാവശ്യം വരുമാനം കിട്ടി. 3 ചാനലുണ്ട്, 3 ചാനലും മോണിറ്റൈസേഷനായി അതിൻ്റെ വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടിപ്പോകുന്നുണ്ട്. പക്ഷേ ഫേസ്ബുക്കിനകത്ത് ഒരു പ്രാവശ്യത്തെ വരുമാനം കിട്ടുന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. വേറൊരു ആപ്ലിക്കേഷനാണ്, യൂട്യൂബിനല്ലാതെ വേറൊരു ആപ്ലിക്കേഷനാണ് വരുമാനം കിട്ടുന്നുള്ളത്. അപ്പോൾ അതും കിട്ടി, അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഒരു വീഡിയോസ് ഇടുന്നു അല്ലെങ്കിൽ ഫോട്ടോസ് ഇടുന്നു, നമുക്ക് അതിനകത്ത് ഏണിങ്സ് ഉണ്ടാക്കുന്നതല്ല, നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാനോ എന്തെങ്കിലും സർവീസോ കാര്യങ്ങളോ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പറോട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് കാണാം. ബൈ.